2025 ഓഗസ്റ്റ് 21, 22, 23 തീയതികളിലായിട്ടാണ് വർണ്ണപ്പകിട്ട് 2025 സംഘടിപ്പിക്കുന്നത്. 21-ാം തീയതി ട്രാൻസ്ജെൻഡർ പോളിസി ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെയും ട്രാൻസ് വിഷയങ്ങളിൽ വിദഗ്ധരായ അക്കാഡമിഷ്യൻസും ഇൻ്റലക്ച്വൽസുമായ വ്യക്തികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നാഷണൽ കോൺഫറൻസ് നടക്കും. ട്രാൻസ്ജെൻഡർ വിഷയങ്ങളിലും ക്വയർ വിഷയങ്ങളിലും എല്ലാം വൈദഗ്ധ്യമുള്ള, അതിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകളും, അതേസമയം ട്രാൻസ്ജെൻഡർ വിഷയം പ്രമേയമാക്കിയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലും 21-ാം തീയതിയാണ് നടക്കുക. 22, 23 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. 22, 23 തീയതികളിൽ നടക്കുന്ന കലോത്സവ വേദിയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ട്രാൻസ് സഹോദരങ്ങൾ അവരുടെ കഴിവിൻ്റെ മാറ്റുരയ്ക്കും. ഓഗസ്റ്റ് 21 രാവിലെ 10 മണി മുതൽ കോഴിക്കോട് ജൂബിലി ഹാളിലാണ് ദേശീയ സെമിനാർ നടക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആരോഗ്യവും ക്ഷേമവും, വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും, സാമൂഹ്യനീതിയും മനുഷ്യാവകാശങ്ങളും, ഈ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പാനൽ ചർച്ചയാണ് നാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുക. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ട്രാൻസ്ജെൻഡർ ഹെൽത്തിൽ നിന്നും ഡോക്ടർ സഞ്ജയ് ശർമ്മ, SHSRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിതേഷ്, കോട്ടയം മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി, മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ ഇന്ദു PS, കേരളത്തിലെ ആദ്യത്തെ ഡെന്റിസ്റ്റും പബ്ലിക് ഹെൽത്ത് വിദ്യാർത്ഥിയുമായ ഡോക്ടർ അനു രാധാകൃഷ്ണൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ വിജയരാജ മല്ലിക, തമിഴ്നാട്ടിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ N ജെൻസി, കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഗവേഷക വിദ്യാർത്ഥിയായ ഋതിഷ ഋതു, മനുഷ്യാവകാശ പ്രവർത്തകരായ സദ്ദാം ഹജമ, കോയൽ ഘോഷ്, തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാത്തിയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ L രാമകൃഷ്ണൻ, MG യൂണിവേഴ്സിറ്റി ജെൻഡർ സ്റ്റഡീസ് വിഭാഗം മേധാവി ഡോക്ടർ ആരതി PM, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഡോക്ടർ രേഷ്മ ഭരദ്വാജ്, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം അർജുൻ ഗീത, മനുഷ്യാവകാശ പ്രവർത്തകയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി, കേരള നോളജ് എക്കോണമി മിഷൻ ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ മാനേജർ പ്രജിത് PK എന്നിവർ പാനൽ ചർച്ചയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് സംസാരിക്കും. ഓഗസ്റ്റ് 21 രാവിലെ 9:15 മുതൽ കൈരളി ശ്രീ തിയേറ്ററുകളിൽ വച്ച് ഇറോ ട്രാഫെ എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ ക്വയർ വിഷയങ്ങൾ പ്രമേയമാക്കിയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ നടക്കും. ഇറോ എന്നുള്ളത് ഒരു ജാപ്പനീസ് വേർഡാണ്. കളർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻക്ലൂസിവിറ്റി, റെസ്പെക്റ്റ്, ഓപ്പൺനെസ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവനോവിലോന, ഔട്ട്കാസ്റ്റ്, ഉടലാഴം, ഞാൻ രേവതി, ന്യൂ നോർമൽ, ഈസ് ഇറ്റ് ടു മച്ച് ടു ആസ്ക്, ഇരട്ട ജീവിതം, ദാറ്റ്സ് മൈ ബോയ്, ജനലുകൾ, വി ആർ എലൈവ് എന്നീ സിനിമകളാണ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ, അഭിനേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറവും സംഘടിപ്പിക്കുന്നുണ്ട്. സ്റ്റേജ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയെ കലാരത്നമായും, സ്റ്റേജ് ഇതര ഇനത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വ്യക്തിയെ സർഗപ്രതിഭയായും തെരഞ്ഞെടുത്ത് പുരസ്കാരം നൽകും. ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തി ഇനങ്ങളിലും A ഗ്രേഡ് നേടുന്ന ടീമിനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും യഥാക്രമം 7,500 രൂപ, 3,000 രൂപ എന്നിങ്ങനെ പ്രൈസ് മണി നൽകുന്നുണ്ട്. ഗ്രൂപ്പ് ഇനങ്ങൾക്ക് 7,500 രൂപയും വ്യക്തിഗത ഇനങ്ങൾക്ക് 3,000 രൂപയും. കലോത്സവത്തിൻ്റെ മുന്നോടിയായി ഓഗസ്റ്റ് 21 വൈകുന്നേരം 4 മണിക്ക് ഹാളിൽ സമാപിക്കുന്ന വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയുണ്ടാകും. ഫ്ലാഷ് മോബ്,
മറ്റ് അനുബന്ധ പരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 21-ന് വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാന്യനായ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA റിയാസ് അധ്യക്ഷത വഹിക്കും. വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള അവാർഡ് ദാനം എന്നിവ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിക്കും. ബഹുമാനപ്പെട്ട MLA-മാരായ ശ്രീ അഹമ്മദ് ദേവർകോയിൽ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീമതി ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. ട്രാൻസ്ജെൻഡർ മേഖലയിൽ വിശിഷ്ട സംഭാവനകൾക്ക് അദ്രിജ പണിക്കർ, അഡ്വക്കേറ്റ് പത്മലക്ഷ്മി എന്നിവരെ പ്രത്യേകമായി ആദരിക്കും. ഓഗസ്റ്റ് 23-ന് വൈകുന്നേരം 6 മണിക്ക് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം നടക്കും. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി സമ്മാനദാനം നിർവഹിക്കും. ഈ പരിപാടി വിജയപ്രദമാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിനനുബന്ധമായിട്ടൊരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ കൂടി നടത്തിയിരുന്നു. സഹയാത്രികയുടെ സോഷ്യൽ മീഡിയ കൺസൾട്ടൻ്റ് കൂടിയായി പ്രവർത്തിക്കുന്ന ട്രാൻസ് ഫോട്ടോ ജേർണലിസ്റ്റ് ഹർഷ സംവിധാനം ചെയ്ത ബത്തക്ക ഹൃദയം തുന്നാൻ പോണ് എന്ന ഷോർട്ട് ഫിലിമാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. അഖിൽ ശിവപാൽ സംവിധാനം ചെയ്ത ഭാവയാമി 2ാം സ്ഥാനവും റോസ്ന ജോഷി സംവിധാനം ചെയ്ത മറുജന്മം 3ാം സ്ഥാനത്തിനും അർഹരായി. ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 20,000, 15,000, 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ഒപ്പം ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. കലോത്സവത്തോടനുബന്ധിച്ച് കല, കായികം, സാഹിത്യം, വിദ്യാഭ്യാസം, സംരംഭകത്വം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച CBO അല്ലെങ്കിൽ NGOകൾക്കും ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കലാ വിഭാഗത്തിൽ തൻവി സുരേഷ് എറണാകുളം, കായിക മേഖലയിലെ മികവിന് ഷിയ വയനാട്, വിദ്യാഭ്യാസ മേഖലയിൽ മികവാർജിച്ച ലിബിൻനാഥ് PT കോഴിക്കോട്, MPharm പരീക്ഷയിൽ റാങ്ക് ജേതാവായിരുന്നു. സംരംഭകത്വം നവമി S ദാസ് കൊല്ലം, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംഘടന സഹയാത്രിക തൃശൂർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. അതാണ് നമ്മുടെ പ്രത്യേക പുരസ്കാര ജേതാക്കൾ.